Hi all, magic morning. Only magic morning. Magic morning. Magic morning. Okay, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നോ? ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും നമ്മുടെ ഒരു ബി മാജിക്കില് നമുക്ക് കുറച്ച് കൾച്ചേഴ്സ് ഉണ്ട് അല്ലെ? നിങ്ങൾക്ക് അറിയാം, ഒരുപാട് പേർക്ക് അറിയാം നമ്മുടെ സർവീസ് കൾച്ചേഴ്സ്. മെഡിറ്റേഷൻ ചെയ്യുക, വിഷ്വലൈസേഷൻ, ദെൻ ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻ, അതുപോലെ തന്നെ എക്സസൈസ്, ബുക്ക് റീഡിങ്, ഇങ്ങനത്തെ കുറച്ച് കൾച്ചേഴ്സ് ആണ് വരുന്നത്. സോ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നവരാണ് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഉള്ളവർ. അപ്പൊ ഇതിന്റെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ പവർ എന്താന്നുള്ളത് ഇനിയിപ്പോ പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളവർക്ക് മേ ബി അറിയാത്തവരുണ്ടെങ്കിൽ ഇന്നത്തെ ഈ ഒരു സെഷൻ എന്തായാലും അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. സോ നമ്മുടെ ബി മാജിക് മെമ്പറും അതുപോലെ തന്നെ അഡ്വക്കേറ്റും കൂടെ ആയിട്ടുള്ള ജ്ഞാനം മാമിന്റെ സെഷൻ ആണ് ഇന്ന് വരുന്നത്. അപ്പം പവർ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ആണ് മാമിന്റെ ടോപ്പിക്. സോ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. മാം പ്ലീസ് വെൽക്കം. മാജിക് മോർണിംഗ് എവരിവൺ. എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് ആശംസിക്കുന്നു. പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു സെക്ഷന് വേണ്ടിയിട്ട് എന്നെ ഇന്ന് ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ താങ്ക്സ് പറയുന്നുണ്ട്. കുറച്ച് ദിവസം മുമ്പ് എനിക്ക് സെക്ഷൻ പറയാൻ വേണ്ടി ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഒത്തിരി വയ്യാണ്ടിരിക്കും ഇരിക്കുവാണ്. ഇപ്പൊ തന്നെ സൗണ്ട് ക്ലിയർ അല്ല. ബട്ട് സ്റ്റിൽ ഞാൻ എന്തായാലും എടുക്കാമെന്ന് വെച്ചതുകൊണ്ട് മാത്രം ഞാൻ എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ ആദ്യം തന്നെ സെൽഫായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ജ്ഞാനം എന്നാണ്. ഞാൻ അഡ്വക്കേറ്റ് ആണ്. ഇപ്പോൾ കറന്റ് ഞാൻ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ RCT റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ EDP ട്രെയിനറായിട്ട് ഞാൻ വർക്ക് ചെയ്യുവാണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവർക്കും നമ്മളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ലൈക്ക് എന്താണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ്, അഫർമേഷൻ, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സോ അതിൽ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ പവർ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. അതായത് താങ്ക് യു പറയുന്നതിലൂടെ നമുക്ക് അതിലുണ്ടാവുന്ന കാര്യങ്ങൾ, ഗുണങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ പവർ എന്നൊക്കെയാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. ഇതിൽ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ആയിട്ടുള്ള ഒത്തിരി പേർക്ക് ഇതിനെ പറ്റി എനിക്കറിയാം. ബട്ട് സ്റ്റിൽ പുതുതായിട്ട് ഉണ്ടാവുന്ന ആർക്കെങ്കിലുമൊക്കെ അത് ഉപകാരപ്പെടും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. സോ നമുക്കറിയാം എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ്. ലൈക്ക് എന്താണ്, നമുക്ക് ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ താങ്ക്സ് പറയുക. നമുക്ക് നമ്മുടെ ലൈഫിൽ നടക്കുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും എല്ലാം പറയുക, താങ്ക്സ് പറയുക. താങ്ക് യു യൂണിവേഴ്സ്. ഇപ്പോൾ നമ്മളിപ്പോൾ മെഡിറ്റേഷൻ നമ്മൾ ചെയ്തു. അപ്പോൾ അതിൽ തന്നെ നമ്മൾ എന്തായിരുന്നു, താങ്ക് യു യൂണിവേഴ്സ്. നമ്മുടെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും, നമ്മുടെ എല്ലാ മെറ്റീരിയലിറ്റീസ് തിങ്സ് ആയിരുന്നാലും, നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഫാമിലീസിനായിരുന്നാലും, എല്ലാ നല്ല ഒക്കേഷനും നമ്മൾ എന്ത് ചെയ്യുക, നന്ദി പറയുക. കാരണം നമ്മൾ നന്ദി പറയുന്നതിലൂടെ നമ്മൾ എന്താണ്, നമ്മുടെ ഫിസിക്കൽ ആയിരുന്നാലും മെന്റൽ ആയിരുന്നാലും സോഷ്യൽ ലൈഫിൽ നമ്മൾ കുറച്ചും കൂടെ ക്വാളിറ്റീസ് ഇംപ്രൂവ്മെന്റ് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യാറ്. ഇന്ന് തന്നെ നമ്മൾ നോർമലി ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാം ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ എന്താ ചെയ്യാറ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ എണീറ്റ ഉടനെ നമ്മൾ ഈ യൂണിവേഴ്സിനോട് നമ്മൾ എന്താ താങ്ക്സ് പറയാറ്. എന്തിനു വേണ്ട, ഫോർ ഗിവിങ് എ ബ്യൂട്ടിഫുൾ എ ന്യൂ ലൈഫ്, എ ന്യൂ ഡേ. ഒരു പുതിയ ദിവസം നൽകിയതിന് നമുക്ക് എന്താ, നമ്മൾ ഈ യൂണിവേഴ്സ് നമ്മൾ താങ്ക്സ് പറയാറുണ്ട്. കാരണം ആ താങ്ക് യു പറയുന്നതിലൂടെ നമുക്ക് എന്താണ്, നമ്മൾ യൂണിവേഴ്സുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നൽകിയ ഒരു നല്ല ദാനങ്ങൾക്ക് വേണ്ടി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നന്ദിയുള്ളവരായിരിക്കുമ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ ലൈഫിൽ വീണ്ടും അതേപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് വീണ്ടും നമ്മൾ അട്രാക്ട് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും അതേപോലെ രാത്രി കിടക്കുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നോർമലി ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ആ ഒരു നന്ദിയുള്ളവരായിരിക്കും. ആ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു പുതിയ ദിവസം നൽകിയതിന്, അന്നത്തെ ഓരോ ദിവസങ്ങൾ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നന്ദി പറയുക. നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയിട്ട്, നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട്, നമുക്ക് നമ്മുടെ ലൈഫിൽ കിട്ടിയ എല്ലാ നല്ല ദാനങ്ങൾക്ക്, ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്തതിന്, നമുക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നതിന്, നല്ലൊരു ജോബ് നമുക്ക് ഉള്ളതിന് വേണ്ടിയിട്ട് എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യുക, നന്ദി പറയുക. ഈ നന്ദി പറയുന്നതിനോടൊപ്പം നമ്മുടെ ഫ്യൂച്ചറിൽ നമുക്ക് ഇനിയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പോലും അറിയാതെ തന്നെ വീണ്ടും
പോസിറ്റീവായിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ വീണ്ടും അട്രാക്ട് ചെയ്യുകയാണ് ചെയ്തത്. അതേപോലെ രാത്രി കിടക്കുന്നതിന് മുൻപും നമ്മൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് ഫീലിംഗ് ഉള്ളവരായിട്ട് നമ്മൾ കിടക്കുമ്പോൾ അന്നത്തെ ദിവസം നമ്മുടെ ലൈഫിൽ നമ്മൾ രാവിലെ നമ്മൾ എണീക്കുന്നു, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ എൻഗേജ്ഡ് ആകുമ്പോഴത്തേക്കും അന്ന് നമ്മൾ പല ആൾക്കാരും ചിലപ്പോൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ നമുക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സായിട്ട് തന്നെ നമ്മൾ ഗ്രാൻഡ് ചെയ്ത ഒത്തിരി ആൾക്കാർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. പല കാര്യങ്ങളും നമ്മൾ പോലും എക്സ്പെക്ട് ചെയ്ത പല കാര്യങ്ങളും നമ്മളിപ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഫീലിംഗ് ഉള്ളപ്പോഴത്തേക്കും നമ്മൾ നൈറ്റ് കിടക്കുമ്പോഴത്തേക്കും ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ കിടക്കുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും ആ ഒരു അട്രാക്ഷൻ നമ്മളിലോട്ട് നമ്മൾ വീണ്ടും നമ്മൾ അട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം നാളെ വീണ്ടും നമ്മൾ ആ പോസിറ്റീവ് എനർജി നമ്മൾ വീണ്ടും അട്രാക്ട് ചെയ്യുന്നുണ്ട്. കാരണം അപ്പോൾ നമ്മൾ ഈ യൂണിവേഴ്സിനോട് നമ്മളുടെ കൂടെയുള്ള എല്ലാവർക്കും വേണ്ടി ആ നന്ദി എപ്പോഴും നമ്മൾ മനസ്സിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യണം. ഇപ്പൊ ചിലപ്പോൾ ചില ആൾക്കാരും നാച്ചുറലായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ എന്താണ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരാള് നമ്മളെ ഒരിടത്തുനിന്ന് വീണു, പെട്ടെന്ന് വീഴുകയോ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് എന്തെങ്കിലും ഒരു സഹായം വേണ്ടി വന്ന ഒരു അവസ്ഥയിൽ പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരാൾ വന്ന് നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്യുമ്പോൾ നമ്മൾ പോലും അറിയാതെ അത് നാച്ചുറലായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീലിംഗ് ഉണ്ട്. ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീലിംഗ് വേണം നമുക്ക് ഉണ്ടാവേണ്ടത്. അല്ല ചിലപ്പോൾ നമ്മൾ എന്താണ് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാകുന്ന ഗ്രാറ്റിറ്റ്യൂഡ് ഫീലിംഗ് അല്ല, ഉള്ളിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഉണ്ടാകുന്ന ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിന് അത്രത്തോളം പവറുണ്ട്. അപ്പം നമുക്ക് കുറച്ച് ബെനഫിറ്റ്സ് നോക്കാം. നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ഫീൽ ഉള്ളപ്പോഴത്തേക്കും നമ്മൾ നന്ദിയുള്ള താങ്ക് യു പറയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ബെനഫിറ്റ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ഫീൽ ഉള്ളവരാകുമ്പോഴത്തേക്കും നമുക്ക് ബോത്ത് മെന്റലി ആയിരുന്നാലും ഫിസിക്കലി ആയിരുന്നാലും അതേപോലെ സോഷ്യൽ ലൈഫിലായിരുന്നാലും നമുക്ക് ഒത്തിരി ഇമ്പ്രൂവ്മെന്റ്സ് നമുക്ക് ഉണ്ടാവും. ആദ്യമായിട്ട് നമ്മൾ നോക്കുമ്പോൾ തന്നെ നമ്മുടെ ഹെൽത്തിന് നല്ല ഇമ്പ്രൂവ്മെന്റ്, നമുക്ക് നല്ലൊരു ബെറ്റർ ഹെൽത്ത് ആണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ചെയ്യുന്നതോടൊപ്പം നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ്മെന്റ് ആണ് ചെയ്തത്. നമുക്ക് നല്ല ഉറക്കം കിട്ടും, അതേപോലെ എന്താണ് സ്ട്രെസ് ഫ്രീ ആകാൻ പറ്റും. പിന്നെ നമ്മുടെ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിനൊക്കെ നമുക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അതേപോലെ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം നമ്മളിപ്പം ഒരു ഡോപ്പമൈൻ റിലീസ് ആണ് ചെയ്യുന്നത്. നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു നന്ദി നമ്മൾ താങ്ക് യു എന്ന് പറയുമ്പോഴത്തേക്കും അത് നമ്മൾ ആ സന്തോഷത്തോടെ പറയുമ്പോൾ ആ പുഞ്ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ അത് നമ്മുടെ ഡോപ്പമൈൻ വരെ ഇൻക്രീസ് ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു എനർജിയാണ് കിട്ടുന്നത്, നമുക്കൊരു ഹാപ്പിനെസ് നമുക്ക് ഉണ്ടാവും. അതേപോലെ നമ്മുടെ സ്ട്രെസ് റെഡ്യൂസ് ആകാൻ നമുക്ക് പറ്റും. നമ്മൾ എത്ര വർക്ക് പ്രഷർ ഉണ്ടായിരുന്നാലും നമ്മൾ ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ അത് ഈസി ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് നമുക്ക് എന്താണ് പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എൻ്റെ ഈ വർക്ക് എനിക്ക് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പോലും അറിയാത്ത വേറെ മാർഗങ്ങളോട് ചിലപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിരുന്നാലും അല്ലെങ്കിൽ ആ ഒരു വർക്ക് പർട്ടിക്കുലർ ടൈമിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ അറിയാണ്ട് തന്നെ യൂണിവേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ അറിയാണ്ട് തന്നെ എന്താണ് നമ്മുടെ സ്ട്രെസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് എന്താണ് നമ്മുടെ എംപത്തി നമുക്ക് എന്താണ് ഇൻക്രീസ് ആവും. ലൈക്ക് എന്താണ് എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതിൽ കൂടെ നമ്മളും അറിയാം നമ്മൾ സ്വയം നമ്മളോട് തന്നെ നമ്മൾ താങ്ക്സ് പറയുന്ന ഒരു ഫീലിംഗ്. അതേപോലെ നമുക്ക് നല്ലൊരു ബെറ്റർ മെമ്മറീസ് നമുക്ക് കിട്ടും, നല്ല നല്ല ഓർമ്മകൾ. കാരണം ഒരു നമ്മൾ ഇടയ്ക്ക് ഞാൻ ഒരു ബുക്കിൽ വായിച്ചതാണ്, ലൈക്ക് ഇപ്പം ഒരു വ്യക്തിയോട് നമ്മൾ ക്ഷമിക്കണം അല്ലെങ്കിൽ ഒരു വ്യക്തിയെ പറ്റി അവർ നമ്മളോട് ചെയ്ത കാര്യങ്ങൾ നമ്മൾ മറക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ആ വ്യക്തി കാരണം നമ്മുടെ ലൈഫിലുണ്ടായ നല്ല നല്ല നിമിഷങ്ങളെ പറ്റി നല്ല കാര്യങ്ങളെ പറ്റി നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർക്കുക. രണ്ടാമതും ആ വ്യക്തിക്ക് നമ്മൾ എന്താണ് അങ്ങോട്ട് ചെയ്തിട്ടുള്ളത്, ആ ഒരു നല്ല കാര്യങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കുക. മൂന്നാമതും നമ്മൾ കാരണം ആ വ്യക്തിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ. ഈ ഒരു കാര്യങ്ങൾ നമ്മൾ 3 കാര്യങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ ഒരു വ്യക്തി നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒരാൾ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ആൾക്കാർ നമുക്ക് ക്ഷമിക്കാനായിരുന്നാലും നമ്മുടെ എന്തുവാണ് നമ്മൾ ഒരു ഇന്നർ ഹീലിങ്സ് നമുക്ക് നടക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ബെറ്റർ മെമ്മറീസ് നമ്മുടെ ഒത്തിരി നല്ല നല്ല മെമ്മറീസ് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുന്നതിൽ കൂടെ നമുക്ക് ഉണ്ടാവും. അതേപോലെ നമ്മുടെ ജീവിത ലെവൽ, നമ്മുടെ ജീവിത സാഹചര്യം തന്നെ മാറി വരുന്ന ഒരു നിലവാരത്തിൽ നമുക്ക് എന്താണ് മാറാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഒത്തിരി ബെനഫിറ്റ്സ് ഉണ്ട്. നമ്മളൊരു നല്ലൊരു താങ്ക് യു പറയുന്നതോടൊപ്പം നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് ആ ഒരു ഇന്നർ ഹാപ്പിനെസ്സോട് കൂടെ നമ്മൾ താങ്ക് യു പറയുമ്പോൾ ഒത്തിരി ബെനഫിറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മളിത് ആരോടൊക്കെയാണ് നമ്മൾ പറയേണ്ടത്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. നമ്മൾ മറ്റു ആൾക്കാരോടൊപ്പം അല്ലെങ്കിൽ നമുക്ക് ഒരു ഈവന്റ് നമ്മുടെ ലൈഫിൽ നടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ ഒത്തിരി കാര്യങ്ങൾ ഈ യൂണിവേഴ്സ് നമ്മുടെ കാര്യങ്ങൾ എത്തിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ രാവിലെ നമ്മൾ ഓഫീസിൽ പോകുന്ന വഴിക്ക് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങുമ്പോഴത്തേക്കും ഇന്ന സമയത്ത് എനിക്ക് എത്തണം, യൂണിവേഴ്സ് പ്ലീസ് ഹെൽപ്പ് മീ, എനിക്ക് സമയത്ത് തന്നെ എനിക്ക് ഓഫീസിൽ എത്തുക അല്ലെങ്കിൽ ഇന്ന പർട്ടിക്കുലർ ഈവന്റിൽ എത്താൻ സഹായിക്കണം. പോകുന്ന വഴിക്ക് നമ്മൾ സന്തോഷത്തോടെ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് പോസിറ്റീവ് വൈബോടെ ഇറങ്ങുമ്പോൾ തന്നെ ഈവൻ ട്രാഫിക്കിൽ നമ്മൾ എത്തേണ്ട സമയമാകുമ്പോൾ തന്നെ പെട്ടെന്നായിരിക്കും സിഗ്നൽ മാറുന്നത്.
ഈവൻ ആ സിഗ്നൽ മാറുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉള്ളു അറിഞ്ഞുകൊണ്ട് നമ്മൾ താങ്ക് യു യൂണിവേഴ്സ് പറയുമ്പോൾ അത് നമുക്കൊരു ഹാപ്പിനെസ് മാത്രമല്ല, വീണ്ടും നമുക്ക് ആ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും നമ്മൾ അറിയാണ്ട് തന്നെ നമുക്കൊരു പോസിറ്റീവ്നെസ് നമുക്ക് അവിടെ ഉണ്ടാവുന്നതും നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു വേ ഓപ്പൺ ആവുന്നതും നമുക്ക് അറിയാൻ പറ്റും. സോ ഈവൻ ഈ സിമ്പിൾ തിങ്, അത് കുഞ്ഞു കാര്യത്തിലായിരുന്നാൽ പോലും നമ്മൾ എപ്പോഴും ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ആ ഒരു ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഏതൊരു സാഹചര്യമായിരുന്നാലും നമുക്ക് അത് നല്ല ഹാപ്പി ആയിട്ട് ആ ഒരു പോസിറ്റീവ് വൈബോട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മുടെ ലൈഫിലെ എല്ലാത്തിനും ഒരു ഗുഡ് തിങ്സ്, ഇപ്പൊ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ കാര്യം നടന്നാലും അതിൽ നിന്നൊക്കെ നമുക്കൊരു ലെസൺസ് കിട്ടാറുണ്ട്. അപ്പൊ ഇപ്പം വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യം അതിൽ നിന്ന് നമുക്ക് നല്ലൊരു പാഠം നമുക്ക് ഉൾക്കൊള്ളാനുണ്ട്. സോ എല്ലാത്തിനും അറ്റ്ലീസ്റ്റ് നമുക്ക് വിഷമഘട്ടം ഉണ്ടായാലും ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ആ ഒരു അവസ്ഥയെ പറ്റി ചിന്തിച്ച് വീണ്ടും നമ്മൾ ഡൗൺ ആകാതെ അതിന് കിട്ടിയ ആ ഒരു നല്ല ഗുഡ് വൈബ്സിനെ പറ്റി അല്ലെങ്കിൽ ആ ഗുഡ് ലെസൺസിനെ പറ്റി നമ്മൾ ആലോചിച്ച് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ താങ്ക്ഫുൾ ആയിരിക്കാം. ചിലപ്പോൾ നമുക്കൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരിക്കും, പക്ഷേ നമ്മൾ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും അയ്യോ എനിക്ക് വയ്യ, എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോ, എനിക്ക് വയ്യാണ്ടായിപ്പോ എന്ന് നമ്മൾ ചിന്തിക്കാതെ എനിക്ക് ഇത്ര ആരോഗ്യം ഉണ്ടല്ലോ, എനിക്ക് ഇത്രയും ബലം ഉണ്ടല്ലോ, എത്രയോ ആൾക്കാർ ഇതിനെക്കാട്ടും കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ അതിനെല്ലാക്കാട്ടും ഉപരിയായിട്ട് എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, അതിനെക്കാട്ടും എനിക്ക് നല്ല ബെറ്റർ ഹെൽത്ത് ഉണ്ട്, എൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ആകും, താങ്ക് യു യൂണിവേഴ്സ് ഫോർ ഗിവിംഗ് മീ ബെറ്റർ ഹെൽത്ത് എന്ന് നമ്മളിങ്ങനെ പറയുമ്പോൾ 10 പ്രാവശ്യം പറയുമ്പോൾ തന്നെ നമ്മുടെ അഫർമേഷൻസ് എന്തായി മാറും, അത് നമ്മുടെ ലൈഫിലോട്ട് അത് ക്രിയേറ്റ് ആവും. സോ ഈ അഫർമേഷൻസ്, ഗ്രാറ്റിറ്റ്യൂഡ് അതെല്ലാം ഇന്റർലിങ്ക്ഡ് ആണ് നമ്മുടെ ലൈഫിൽ തന്നെ. സോ നമ്മൾ എപ്പോഴും നമ്മുടെ ലൈഫിലെ എല്ലാ ഗുഡ് തിങ്സും നമ്മൾ എന്താ ഓർക്കുക, നമ്മൾ അതിന് നന്നായിട്ട് നന്ദിയുള്ളവരെ നമ്മൾ മാറുക. ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ഫീൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അതിലോട്ടുള്ള ആക്ഷൻസ് എങ്ങനെയാണ്, 4 രീതി നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് അവയർനെസ്. അവയർനെസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ, പോസിറ്റീവ് തിങ്സ് എന്തൊക്കെയാണ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളതിനെ പറ്റിയുള്ള ഒരു അറിവ് നമുക്കുണ്ടായിരിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിൽ പോസിറ്റീവായിട്ട് നടന്നിട്ടുള്ളത് അതിനെപ്പറ്റി നമുക്ക് അറിവ് ഉണ്ടായിരിക്കണം. അതേപോലെ അതിനെ പറ്റിയിട്ടുള്ള നമുക്ക് എന്താണ് അപ്രിസിയേഷൻ ചെയ്യണം. അതായത് ആ ഒരു നല്ല കാര്യങ്ങൾ നമ്മൾ വാല്യൂ ചെയ്യാനും അതിനെ മനസ്സിലാക്കാനും, ഇതാണ് എൻ്റെ ലൈഫിൽ യൂണിവേഴ്സ് എനിക്ക് ഗ്രാൻഡ് ചെയ്തിട്ടുള്ളത്, നല്ല ഫാമിലി എനിക്ക് തന്നിട്ടുണ്ട്, എഡ്യൂക്കേഷൻ തന്നിട്ടുണ്ട്, ജോബ് തന്നിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ എനിക്ക് യൂണിവേഴ്സിറ്റി എനിക്ക് ഗ്രാൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു അപ്രിസിയേഷൻ നമുക്ക് ഉണ്ടാവണം. പിന്നെ അഡ്മിറേഷൻ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരാള് ഒരു പർട്ടിക്കുലർ പീപ്പിൾ അല്ലെങ്കിൽ ഒരു ഈവന്റ് കാരണം നമുക്ക് നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ പേഴ്സണ് കണ്ട ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ളവർ കണ്ട സ്കിൽസോ അച്ചീവ്മെന്റ്സോ അല്ലെങ്കിൽ നമ്മളിലുള്ള അച്ചീവ്മെന്റ്സോ നമ്മൾ എന്ത് ചെയ്യാം, അത് കോംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു മനോഭാവം നമുക്ക് ഉണ്ടാവണം. പിന്നെ അടുത്ത് വരുന്നത് ആക്ഷൻ ആണ്. ഈ ആക്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഉണ്ടായ എല്ലാ നല്ല ദാനങ്ങളെ പറ്റിയും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ്, താങ്ക് യു പറയാനുള്ള ആ ഒരു മനോഭാവം ഉണ്ടാണ്. സോ ഇത് 4 A's ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അവെയർ ചെയ്യുക, എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു അറിവ് നമുക്ക് ഉണ്ടാവുക. പിന്നുള്ളത് അപ്രീസിയേഷൻ ചെയ്യുക, നമുക്ക് അതിനെ അപ്രീസിയേഷൻ, നമ്മൾ അതിനെ വാല്യൂ ചെയ്യാനുള്ള ഒരു മനോഭാവം നമുക്ക് ആസ് എ പേഴ്സൺ നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ അഡ്മയർ ചെയ്യുക, അതിലുള്ള ആ ഒരു നല്ല ഗുണങ്ങൾ എന്താണ്, അതിനെ അവർ അച്ചീവ്മെന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്താണ് ഒരാളുടെ സ്കില്ലായിക്കോട്ടെ അത് മനസ്സിലാക്കി അസൂയയില്ലാതെ നമുക്ക് അവരോട് എന്താണ് മനസ്സ് നിറഞ്ഞ് നമുക്ക് അവരുടെ ഒന്ന് കോംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു മനോഭാവം ഉണ്ടാവണം. അതേപോലെ ഇറ്റ് ഷുഡ് കം ഇൻ ടു ആക്ഷൻ, നമ്മളത് ആക്ഷനിലോട്ട്, നമ്മളത് പ്രവൃത്തിയിലോട്ട്, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ആ രീതിയിലോട്ട് നമ്മൾ മാറുക. ഇപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്കുള്ളത് സാധനങ്ങൾക്ക് മാത്രം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്താൽ മതിയോ? ഇല്ല, നമുക്ക് ഒത്തിരി സ്വപ്നങ്ങൾ നമുക്കുണ്ടല്ലേ. ഇപ്പൊ ലൈക്ക് നമുക്കൊരു നല്ലൊരു വീട് വെക്കണം, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നല്ല ഒരു കരിയർ നമുക്ക് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു നല്ല ഫ്രണ്ട്സ് ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി നമുക്ക് കുറച്ച് നല്ല ഇമ്പ്രൂവ്മെന്റ് ആവണം. അപ്പോൾ ആസ് ഓഫ് നൗ അറ്റ് പ്രസന്റ് നമുക്ക് ഇല്ലെങ്കിൽ കൂടെ നമ്മൾ എന്താ, നമുക്ക് അറ്റ് പ്രസന്റ് നമുക്ക് ആ എല്ലാ കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ ഉണ്ട് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ എപ്പോഴും താങ്ക് യു പറയും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നോക്കുമ്പോൾ നമുക്ക് വീട് വേണം, അറ്റ് പ്രസന്റ് നമുക്ക് ഇല്ലാന്ന് വെച്ചു, പക്ഷെ നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് ആ സന്തോഷത്തോടെ ഞാൻ എൻ്റെ ഡ്രീം ഹോമിലാണ് ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത്, താങ്ക് യു ഫോർ ദ ഡ്രീം ഹോം എന്ന് നമ്മൾ എന്താണ് മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ താങ്ക് യു പറയണം. അതേപോലെ ചിലപ്പോൾ നമുക്ക് എന്താണ് നല്ലൊരു കരിയർ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും, ഇപ്പോഴുള്ള ജോബ് നമ്മൾ അത്രത്തോളം നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കില്ല, പക്ഷെ എന്നാൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ ആത്മാർത്ഥത കാണിക്കുകയും നമ്മുടെ സ്വപ്നത്തിലുള്ള നമ്മുടെ ഗോൾ ലക്ഷ്യങ്ങൾ എത്താൻ വേണ്ടി ഇന്ന കാര്യം എൻ്റെ ലൈഫിലുണ്ട്, എൻ്റെ ഡ്രീം ജോബിലാണ് ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത്, അതിൽ നല്ല പേ ഔട്ട് എനിക്ക് കിട്ടുന്നുണ്ട്, ഐ എം എൻജോയിങ് മൈ
കരിയർ എന്ന് നമ്മൾ താങ്ക് യു എന്ന് പറഞ്ഞ് നമ്മൾ ആ ഒരു മനസ്സിൽ ആ ഒരു സന്തോഷത്തോടെ പറയുമ്പോൾ നമ്മൾ പോലും അറിയാണ്ട് ആ നല്ല കാര്യങ്ങൾ നമ്മൾ അട്രാക്റ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ നമ്മളെ കൊണ്ട് പറ്റും. സോ ഇല്ല അറ്റ് നമുക്ക് എന്താണ് അതില്ല, പക്ഷേ നമ്മൾ അത് എനിക്ക് ഉണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസത്താൽ നമ്മൾ വിളിച്ചു വരുത്തുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്വപ്നങ്ങളെല്ലാം നമുക്ക് നേടിയെടുക്കാനും ആ കാര്യങ്ങളെല്ലാം നമ്മുടെ ലൈഫിൽ ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും എന്താണ് നമുക്ക് നേടിയെടുക്കാൻ പറ്റും, ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് എന്താണ് ഇപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ചോളം ലൈക്ക് 12th പഠിക്കുന്ന സമയത്തൊക്കെ ഇതേപോലെ എനിക്ക് എന്തൊക്കെ വേണം, എൻ്റെ ലൈഫിൽ എന്തൊക്കെ വേണം, എൻ്റെ ഗോൾസ് അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ വേണം, ഞാൻ അതൊക്കെ ഒരു പേപ്പറിൽ എഴുതി വെക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ എഴുതി വെച്ച് ഓരോ വർഷം പേപ്പർ എഴുതി വെച്ചിട്ട് ഞാനൊരു റിലീജിയസ് വ്യക്തിയാണ്. സോ ഞാൻ അതെൻ്റെ ബൈബിളിൽ സൂക്ഷിച്ച് വെക്കാറുണ്ടായിരുന്നു. ഡെയിലി ഞാനത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എടുത്ത് വെച്ച് നോക്കും. എനിക്കിത് ഉണ്ടല്ലോ എന്നുള്ള ഫീലിംഗ് ഞാൻ ചില സമയത്ത് ഞാൻ തന്നെ സ്വയം കൊടുക്കും. സോ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ ആകുമ്പോൾ അത് ഏകദേശം 60% കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ടാവും. അപ്പം അതിൽ പല കാര്യങ്ങൾ ഇപ്പം എൻ്റെ എഡ്യൂക്കേഷൻ മേഖല നോക്കുമ്പോഴത്തെ പലപ്പോഴും പല തടസ്സങ്ങളും അത് സ്റ്റോപ്പ് ആവേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും വിട്ടുപോവാതെ എനിക്ക് കറക്റ്റായിട്ട് എൻ്റെ എഡ്യൂക്കേഷൻ ആയിരുന്നാലും എനിക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് എൻ്റെ ഒരു ടെസ്റ്റിമണി വരുമ്പോഴത്തേക്കും എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം. അപ്പോൾ കൺസീവ് എന്ന് അറിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു ബേബി ബോയ് തന്നെ വേണം. എനിക്ക് ബേബി ബോയ് ആണ് ഉള്ളതെന്ന് വെച്ചാൽ വിചാരിച്ച് ഞാൻ അതീവമായിട്ട് ഞാൻ അതിനുവേണ്ടി ആഗ്രഹിച്ചു. ഞാൻ താങ്ക്സ് പറയുമായിരുന്നു. എനിക്കുള്ളത് ബേബി ബോയ് ആണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും അതിന് വേണ്ടിയിട്ട് ഞാൻ താങ്ക് യു പറയുമായിരുന്നു. എനിക്ക് അതേപോലെ കിട്ടി. ഇങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ ലൈഫിൽ തന്നെയുണ്ട്. അപ്പം നമ്മുടെ അറ്റ് പ്രസന്റ് നമുക്ക് ഇല്ലെങ്കിൽ തന്നെ നമുക്കത് ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസം നമ്മൾ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഇൻ ഫ്യൂച്ചർ നമുക്കത് ലഭിക്കും. സോ എന്താണ് നമുക്ക് അറ്റ് പ്രസന്റ് നമുക്കില്ല, പക്ഷേ നമുക്കത് ഉള്ളതുപോലെ നമ്മൾ ആക്ട് ചെയ്യുക വിത്തൗട്ട് എനി ഡൗട്ട്. നമുക്കത് സംശയിക്കുക ചെയ്യരുത്. എനിക്കത് നമ്മുടെ മനസ്സിൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ കാര്യം നമ്മുടെ മനസ്സിൽ വരുമ്പോൾ അയ്യോ അത് എനിക്ക് കിട്ടുമോ, എനിക്കതൊക്കെ പറ്റുമോ, നമ്മളങ്ങ് ഡൗട്ട് വന്നാൽ തീർന്നു. സോ വിത്തൗട്ട് ഹാവിങ് എനി ഡൗട്ട് നമ്മൾ നമ്മുടെ ലൈഫിൽ ഉണ്ട് എന്നുള്ള വിശ്വാസത്തോടെ നമ്മൾ ആ താങ്ക് യു പറയാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ ഫുൾനെസ്സിനെയൊക്കെ നമ്മുടെ വിശ്വസിനെയൊക്കെ അൺലോക്ക് ചെയ്യുന്ന ഒരു താക്കോലാണ്, അതൊരു കീ ആണ്. നമ്മൾ താങ്ക് യു പറയുന്നതോടൊപ്പം നമ്മുടെ ലൈഫിൽ നടക്കേണ്ട കാര്യങ്ങളെ അൺലോക്ക് ചെയ്യേണ്ട ഒരു കീ ആണ്. സോ നമ്മൾ എത്രത്തോളം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ആളായിരിക്കും, എത്രത്തോളം നമ്മൾ താങ്ക് യു പറയുന്ന ആളായിരിക്കും, മറ്റുള്ളവരോട് നന്ദിയുള്ള ആളായിരിക്കും, അത്രത്തോളം നമ്മുടെ ലൈഫിൽ നെഗറ്റീവ് തിങ്സ് കുറയും. നമ്മൾ നെഗറ്റീവ് തിങ്സ് ഒക്കെ മാറി നമ്മൾ പോസിറ്റീവ് ഉള്ള ഒരാളായിരിക്കും. സോ നമുക്ക് തന്നെ അറിയാം ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. ഇപ്പോൾ നോർമലി നമ്മൾ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ലൈക്ക് എന്താണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ്സ് എല്ലാം നമ്മൾ എഴുതും. ഡെയിലി നമ്മൾ വൈകുന്നേരം നമ്മുടെ ഡയറിയിൽ നമ്മൾ എഴുതുന്ന ഒരു ശീലമുണ്ട്. കാരണം നമുക്ക് അന്ന് നമ്മുടെ ലൈഫിൽ നടന്നിട്ടുള്ള അറ്റ്ലീസ്റ്റ് ഒരു 3 കാര്യങ്ങളെങ്കിലും ദിവസം നടക്കുന്ന ഒരു 3 കാര്യങ്ങൾ കുഞ്ഞു ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ ഓഫീസിൽ ആരെങ്കിലും കൊണ്ട് നമുക്ക് ടീ തരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും ഒരു പെട്ടെന്ന് ലിഫ്റ്റ് തരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരാൾ നമുക്കൊരു വായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരാൾ ബുക്ക് തരുന്നതായിരിക്കും. എന്ത് തന്നെ ആയിക്കോട്ടെ, ഒരു ചെറിയ കാര്യം എന്നാലും നമുക്ക് എന്താണ് കുറഞ്ഞൊരു 3 കാര്യമെങ്കിലും നമ്മൾ എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് നമ്മൾ അത് എഴുതുക. അതുപോലെ മാത്രമല്ല നമ്മുടെ ലൈഫിലും ഞാൻ സൂചിപ്പിച്ചു, ഇതിപ്പോൾ ഞാൻ എഴുതുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ഇതേപോലെ കുറച്ച് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ എന്തൊക്കെ വേണം ഞാൻ എഴുതുമായിരുന്നു. അതേപോലെ ആ പേജിന്റെ മറുവശത്ത് ഇതേപോലെ താങ്ക്സ് ഗിവിംഗ് എന്ന് വെച്ചിട്ട് എഴുതിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടിയിട്ടുണ്ട്, ആ ഓരോ കുഞ്ഞു കാര്യങ്ങൾ കിട്ടുന്ന സമയമ്പോഴും ഞാൻ അത് ഡേറ്റ് ഇട്ട് ഞാൻ അടുത്ത പേജിൽ മെൻഷൻ ചെയ്തു. കാരണം അത് താങ്ക്സ് ഗിവിംഗ് പോലെ ആ ഒരു പർട്ടിക്കുലർ ഇയർ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ മന്ത് എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള നല്ല കാര്യങ്ങളെ പറ്റി വീണ്ടും അത് വായിക്കാനും മനസ്സിലാക്കാനും ഇത്രയും കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ടല്ലേ, താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയാനുള്ള ആ ഒരു മനോഭാവം ഉണ്ടാവാൻ വേണ്ടി ചെയ്യുമായിരുന്നു. സോ നമുക്ക് എന്താണ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടന്നിട്ടുള്ളത്, ഐ മീൻ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യം, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ഷോ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ആ ലിസ്റ്റ് നമ്മൾ മേക്കൗട്ട് ചെയ്യുക. അതുമാത്രമല്ല നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു നല്ല കാര്യങ്ങൾ നേടിത്തരാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്ത പീപ്പിൾസ് അല്ലെങ്കിൽ ഈവൻസ് ആരൊക്കെ ആയിരുന്നാലും അവർ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, നന്ദിയുള്ളവരായിട്ട് എപ്പോഴും ആ നന്ദി നമ്മൾ പ്രകടിപ്പിക്കാം. ഇപ്പൊ ചില ആൾക്കാർ നമ്മൾ മോശമായിട്ടുള്ള ഒരു ലൈക്ക് ലെസൺസ് നമുക്ക് നൽകിയാലും അതിന് നമുക്ക് അവരെ എല്ലാ വ്യക്തികളിൽ നിന്നും നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം നമുക്ക് കാണാൻ പറ്റും. സോ ആ കാര്യങ്ങൾ നമ്മൾ സ്മരിക്കുക. നമ്മൾ അതേപോലെ അവർക്ക് താങ്ക്സ് ഗിവിംഗ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. കാരണം
ഗ്രാറ്റിറ്റ്യൂഡിന് അത്രത്തോളം പവർഫുൾ ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല, നല്ല ഒരു പവർഫുൾ ആയിട്ടുള്ള നമ്മൾ താങ്ക് യു പറയുന്നതോടൊപ്പം. കാരണം താങ്ക് യു പറയുമ്പോൾ ഇപ്പൊ നമ്മൾ പോലോ കോയിലയുടെ ബുക്ക്, അതായത് ആൽക്കെമിസ്റ്റ് വായിക്കുന്ന പോലെ, ഇഫ് യു റിയലി വാണ്ട് സംതിങ് ദ ഹോൾ വേൾഡ് കം ആൻഡ് കൺസ്പയർ യു ടു അച്ചീവ്. നമ്മൾ താങ്ക് യു പറയുന്നതോടൊപ്പം, മനസ്സുകൊണ്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് താങ്ക് യു പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നേടുവാൻ വേണ്ടിയിട്ട് ഈ പ്രപഞ്ചം മുഴുവനും നമ്മളെ സഹായിക്കും. സോ എനിക്ക് വൺസ് അഗൈൻ എനിക്ക് നിങ്ങളുടെ എല്ലാവരും പറയേണ്ടത്, സോ എപ്പോഴും നമ്മൾ താങ്ക് യു പറയുന്ന ആൾക്കാരായിരിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ഷോ കാണിക്കുന്നതായിരിക്കുക, നമ്മൾ നമ്മളോട് കൈൻഡ് ആയിരിക്കുക, അതേപോലെ നമ്മുടെ കൂടെയുള്ള ആൾക്കാരോട് നമ്മൾ എപ്പോഴും കൈൻഡ് ആയിരിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുക, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നവരായിരിക്കാം. സോ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഹലോ, ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട്. കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ. സോ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ എന്താണ് വിശ്വസിച്ചാൽ എനിക്ക് ഈ കാര്യങ്ങൾ എനിക്ക് ഉണ്ട്, താങ്ക് യു നമ്മൾ പറയുമ്പോഴത്തേക്കും നമ്മൾ വിശ്വസിച്ചാൽ നമ്മൾ വിചാരിക്കാത്ത പല കാര്യങ്ങളും നമ്മൾ എന്താണ് നമ്മുടെ ലൈഫിൽ നടക്കും. സോ എല്ലാവരും ലൈഫിൽ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കാം. കാരണം ഗ്രാറ്റിറ്റ്യൂഡിന് അത്രത്തോളം പവർ ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആ ബെനഫിറ്റ്, നമുക്ക് നല്ലതായിട്ട് ഉറങ്ങാൻ പറ്റും, നമ്മുടെ സോഷ്യൽ ലൈഫ്, നമ്മുടെ ഫിസിക്കൽ ആയിരുന്നാലും നമ്മുടെ മെന്റൽ ഹെൽത്തിനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. സോ നമ്മളെപ്പോഴും ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അതിന് വേണ്ടിയിട്ട് ഈ യൂണിവേഴ്സ് നമ്മൾ എല്ലാവരും സഹായിക്കട്ടെ. താങ്ക് യു. ഓക്കെ, താങ്ക് യു ജ്ഞാന മാം, താങ്ക് യു സോ മച്ച്. നല്ലൊരു സെഷൻ തന്നെ. ഇപ്പം ഗ്രാറ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിയാത്തവർക്ക് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു ടൈമാണ്. സോ ഓരോരുത്തരായിട്ട് ഹാൻഡ് റൈസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. ഹായ് മാജിക് മോർണിംഗ് മാം. മാജിക് സൂപ്പറായിട്ടുണ്ട് ക്ലാസ്. കുറെ പുതിയ ആളുകൾ നമ്മളെ ഗ്രൂപ്പിലേക്ക് വന്നിട്ടുണ്ട്. അവർക്ക് ഇതൊരു ഞാനൊക്കെ സത്യം ഇതിൽ വരുന്നതിന്റെ മുന്നൊന്നും ഗ്രാറ്റിറ്റ്യൂഡ് എന്താണ് അറിയില്ലായിരുന്നു. അത് പറഞ്ഞ വീഡിയോ ഓഫ് ചെയ്തൊന്ന് സംസാരിച്ചു എത്രത്തോളം നോക്കാമോ? നമ്മളെ ഒരു 3 വർഷം ഇതിൽ വന്നിട്ട്, അതിന്റെ മുന്നേ വരെയും ഇപ്പൊ ഓഡിബിൾ അല്ലേ? യെസ് മാം. ഹലോ. അതിന്റെ മുന്നേ വരെയും നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്, അല്ലെങ്കിൽ അത് എന്തിനാണ് പറയുന്നത്, അങ്ങനെ നമുക്ക് അറിഞ്ഞിരുന്നില്ല. സത്യം പറഞ്ഞ ബിമാജിക്കിൽ വന്നതിന് ശേഷം അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും അതിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് എന്തൊക്കെയെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചത് ഇതിൽ വന്നതിന് ശേഷമാണ്. അതുപോലെ ചിലപ്പോൾ ഇതില് വന്ന പുതിയ ആളുകൾക്കും ചിലപ്പോ ഇതുപോലെ അറിയാത്തവരുണ്ടെങ്കിൽ അതിനും കൂടി പറ്റിയ നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം എടുത്തത്. എന്തായാലും എല്ലാവരും ഒരു ദിവസം, നമ്മളെ സെവ് സാർ എപ്പോഴും പറയും, ഒരു ദിവസം ഒരു 150 തവണയെങ്കിലും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിരിക്കണം എന്ന്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് കിട്ടുന്ന ഓരോ കാര്യങ്ങൾക്കും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ് സാറ് പറയാറുള്ളത്. ഞാനിപ്പോ എൻ്റെ ചെറിയ പേരക്കുട്ടിക്ക് വരെയും ഞാനത് പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. അവള് കൊണ്ടുവന്ന് തരുമ്പോഴും ഞാൻ താങ്ക് യു പറയും, അവളോടും വെൽക്കം എന്ന് പറയാൻ പറയും. അതുപോലെ അവൾക്ക് എന്തെങ്കിലും കൊടുക്കുക, അവളോട് താങ്ക് യു പറയാൻ പറയും. അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചു കൊണ്ടുവരികയാണ്. അതുപോലെ തന്നെ എൻ്റെ അംഗൻവാടിയിലത്തെ കുട്ടികളെയും. അപ്പൊ ഇത് എല്ലാവരും ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റണം എന്ന് മാത്രം പറയുന്നു. ഓക്കെ, താങ്ക് യു ജ്ഞാന മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. താങ്ക് യു. താങ്ക് യു സിന്ധു മാം. ഓക്കെ, ഫസ്റ്റ് ടൈം ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ബിമാജിക്കിൽ ഫസ്റ്റ് ടൈം ആണ് അറ്റൻഡ് ചെയ്യുന്നത്. പേരുകൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മുന്നോട്ട് വന്ന് നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും. സോ ആരെങ്കിലും ഉണ്ടോ? മാജിക് മോർണിംഗ്. നമ്മൾ കാത്തിരിക്കണോ? എന്തായാലും വിളിക്കാൻ സംസാരിക്കാൻ താല്പര്യമുള്ള ഹാൻഡ് റൈസ് ചെയ്തിട്ട് വരിക. അപ്പോൾ നമുക്ക് അവർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കാം. ഇപ്പോൾ ഗ്യാൻമാൻ നമ്മളെ ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരുപാട് ദിവസമായിട്ട് ഞാൻ കാണാൻ തുടങ്ങിയിട്ട്, പക്ഷെ ക്ലാസ് ഒക്കെ എടുക്കുന്ന ആളാണെന്ന് എന്താണ് മനസ്സിലായത്. അപ്പൊ എന്തായാലും മുന്നോട്ട് വന്നതിൽ താങ്ക് യു. കാരണം നമ്മൾ
നമ്മൾ വിജയിക്കണമെങ്കിൽ നമ്മൾ തന്നെ ഇറങ്ങി തിരിക്കണം. ഒരാളും നമ്മളെ സഹായിക്കാനുണ്ടാവില്ല. ആരെങ്കിലും കൈപ്പിടിച്ച് ഉയർത്താനോ നിങ്ങൾ സംസാരിച്ചോളൂ എന്ന് പറയാനോ ആരും വരില്ല. ഇനി അഥവാ വന്നാൽ തന്നെ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ വരുള്ളൂ. എന്നിട്ടും വന്നില്ലെങ്കിൽ പിന്നെ തിരിഞ്ഞു നോക്കലുണ്ടാവില്ല ആരും, അല്ലേ? അപ്പോൾ എന്തായാലും നമ്മൾ മുന്നോട്ട് വരിക, സംസാരിക്കാൻ ഓരോരുത്തരും മുന്നോട്ട് വരിക. അതുപോലെ തന്നെ ക്യാമറ ഒക്കെ ഓൺ ആക്കി ഇരിക്കുക. നമുക്ക് വിജയിക്കാനാണ്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ക്ലാസ് നന്നായിട്ടിരുന്നു. ഗ്രാറ്റിറ്റ്യൂഡ് ഏകദേശം നമ്മൾ ബിമാജിക്കിൽ എപ്പോഴും സംസാരിക്കുന്ന ഒരു വിഷയമാണ്, എല്ലാവരോടും എഴുതാൻ പറയുന്ന ഒരു കാര്യമാണ്. എന്നിരുന്നാലും അതിൻ്റെ വിവിധ വശങ്ങൾ സംസാരിച്ചു. നല്ല ഒരു സംസാരത്തിൻ്റെ ഒരു ശൈലി ഉണ്ടല്ലോ, നന്നായി സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അഡ്വക്കേറ്റാണ്, അപ്പോൾ ആ നിലക്ക് സംസാരിച്ച് പരിചയം ഉണ്ടാവും. എന്തായാലും നന്നായിട്ടുണ്ട്. താങ്ക് യു. ഓക്കെ, താങ്ക് യു റസാഖ് സർ. അടുത്തത് ആരാ? താങ്ക് യു അബ്ദുള്ള മാം. സർ. ക്ലാസ് വളരെ നന്നായിരുന്നു. നേരത്തെ കേട്ടതാണെങ്കിലും ഇത്രയും ടൈം സ്പെയർ ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ വളരെ നല്ലൊരു അഭിപ്രായമാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു മൂർത്തി സർ. മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ്. എന്തായാലും നല്ലൊരു ക്ലാസ്. കാരണം എന്തായാലും ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് വീണ്ടും ഒന്ന് നമ്മൾ ഓൾറെഡി കേട്ട കാര്യമായിരിക്കാം. വെച്ചാൽ നമ്മൾ ബി മാജിക്കിലുള്ള സമയത്ത് തന്നെ ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തായാലും ആ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കാൻ നല്ലൊരു ക്ലാസ് എടുത്തതിന് താങ്ക് യു. എനിവേ ഗ്രാറ്റിറ്റ്യൂഡ് എനിക്ക് ചെറിയൊരു എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സ്പീരിയൻസ് അല്ല, ഞാൻ ചില ടൈമിൽ ഫീൽഡിൽ വർക്ക് ഉണ്ടാവും. ഫീൽഡ് വർക്ക് ഉണ്ടാവുന്ന സമയത്ത് നമുക്കൊരു നെറ്റ്വർക്കിന്റെ, ഞാൻ ജിയോയുടെ വർക്ക് ചെയ്തത്, അപ്പോൾ നെറ്റ്വർക്കിന്റെ ഒരു ടെസ്റ്റിങ്ങും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക് നമുക്ക് കുറെ ചിലപ്പോൾ ട്രൈ ചെയ്യേണ്ടി വരും. ചില സിറ്റുവേഷൻസിൽ നമുക്കൊരു റിസൾട്ട് കിട്ടാത്ത രീതിയിലുള്ള നിൽക്കുന്നുണ്ടാവും ഫീൽഡ്. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഫെഡപ്പ് ആവുന്ന സമയത്ത് ഞാൻ നമ്മുടെ ഈ ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റി ചിന്തിക്കാറ്. അപ്പോൾ മുമ്പ് ജോലി ഇല്ലാതിരുന്ന സിറ്റുവേഷനിൽ, ഒരു ജോലിയൊക്കെ കിട്ടുന്നതിന് മുന്നേ സ്ട്രഗ്ലിങ്, ക്യാഷ് സംബന്ധമായിട്ട് സ്ട്രഗ്ലിംഗ് ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ആ ഒരു ഈ പഠിച്ച മേഖലയിൽ ഒന്ന് കിട്ടിയാവുന്ന ക്ലച്ച് പിടിച്ചാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചൊരു സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. ആ സിറ്റുവേഷനെ പറ്റി ഓർക്കും. അപ്പോൾ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് നല്ലൊരു അവസരമാണ്. അതിന് നല്ലൊരു കരിയറാണ് എനിക്ക് ഞാൻ ആഗ്രഹിച്ച ജോലിനെ കിട്ടിയത് എന്ന് വിചാരിച്ച ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഓട്ടോമാറ്റിക്കലി വരുത്തും. അപ്പോൾ ഒരു ഓട്ടോമാറ്റിക്കലി നമുക്ക് ചെയ്യാനുള്ള, ഇപ്പൊ മാഡം പറഞ്ഞ പോലെ ഒരു ഡോപ്പമൈൻ റിലീസ് കിട്ടും. അപ്പോൾ പിന്നെ ഒന്ന് ഫ്രഷ് അപ്പ് ആയ ശേഷം ചെയ്യുമ്പോൾ അത് റിസൾട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അതൊരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു പവറായിട്ട്, അത് ഇതെന്താണ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ പവർ ആണെന്നുള്ളത് നമ്മൾ ഇവിടെ നിൽക്കുമ്പോഴാണ് ഇത് മനസ്സിലാവുന്നത്. യഥാർത്ഥത്തിൽ പല ആൾക്കാരും പറഞ്ഞു തരാറില്ല ഈ ഒരു കാര്യങ്ങൾ. നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ആയതുകൊണ്ട് ഇതെല്ലാം നമ്മൾ അറിയുന്നു. എനിവേ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഞാൻ ഇപ്പോഴും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ആ ഒരു പവറിനെ പറ്റി ചിന്തിക്കാറുണ്ട്. എനിവേ ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിച്ചതിന് താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു. നല്ലൊരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് തന്നെ നേരത്തെ സെക്സർ പറഞ്ഞ പോലെ സംസാരിക്കാൻ കഴിവുള്ള ആൾക്കാരാണല്ലോ അഡ്വക്കേറ്റ്, ആ ഒരു മേഖലയിൽ തിളങ്ങുക. എനിവേ മാഡത്തിനും കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, താങ്ക് യു. ഞാനൊരു കാര്യം ഈ സമയത്ത് ആഗ്രഹിക്കുന്നത്, ലൈക്ക് എന്നോട് ക്ലാസ്സിന്റെ കാര്യം ഇതേപോലെ അഖിലേച്ചി എപ്പോഴും പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. സോ എനിക്കൊന്ന് ഈ വീക്കെൻഡ് ഫസ്റ്റ് മൺഡേ ട്യൂസ്ഡേ ആ സമയം എന്നോട് പറഞ്ഞായിരുന്നു. ഓൾറെഡി ആ സമയത്ത് എന്റെ സൗണ്ടൊക്കെ അങ്ങ് അടിച്ചു പോയിരിക്കുമായിരുന്നു. സോ ഇന്നലെയും ഇതേപോലെ ക്ലാസ്സിൽ ഞാനപ്പോൾ പറഞ്ഞു, ഇതേപോലെ അജീഷ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സാറ്റർഡേ ക്ലാസ്സിന്റെ കാര്യം നോക്കാം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു, കാരണം വയ്യായിട്ട്. അപ്പൊ ഇന്നലെ എപ്പോഴും എന്റെ സൗണ്ട് ഇത്രയും ക്ലിയർ അല്ലായിരുന്നു. എന്നാൽ എന്റെ മനസ്സുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്ക് ചെയ്യണം, എന്തായാലും ഞാൻ ചെയ്യാം. അപ്പോൾ എനിക്ക് എന്തായാലും യൂണിവേഴ്സിനെ ഹെൽപ്പ് ചെയ്യും. ഇത്ര ക്ലിയർ പോലും അല്ലായിരുന്നു സൗണ്ട്. അത് മാത്രമല്ല ഇന്നലെയും ഇന്നലെയും 2 ദിവസം എനിക്ക് ഉറപ്പില്ല, കാരണം എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ടും അതേപോലെ എൻ്റെ ബ്രദർഹുഡ് പോലെ ഒരാളുടെ കല്യാണമാണ് ഇന്ന്. സോ ഇന്ന് രാവിലെ ഞാൻ ഏകദേശം 3:30 ആയപ്പോൾ ഞാൻ തിരിച്ച് റൂമിലെത്തിയത്. കാരണം അതിന് കുറച്ച് അറേഞ്ച്മെന്റും കാര്യങ്ങളും ഔട്ട്ഡോർ ഫംഗ്ഷൻ ആണ്. സോ അതിന് ഹെൽപ്പിനായിട്ടൊക്കെ 2 ദിവസമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ ഓട്ടത്തിൽ, ഉറക്കം പോലും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ഇതിനിടയ്ക്ക് എപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നു, കറക്റ്റായിട്ടൊന്നും പ്രിപ്പയർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല, ഉറക്കം പോലും ഇല്ലായിരുന്നു. പക്ഷെ എന്നാലും ഇല്ല, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഇന്നലെ രാത്രി അവിടെ നിന്ന് നിൽക്കുമ്പോഴും ഞാൻ വിചാരിക്കുന്നു എനിക്ക് എപ്പോൾ എനിക്ക് ഹോസ്റ്റലിൽ പോകാൻ പറ്റും, എനിക്കൊന്ന് ടൈമിന് പോകണം, എനിക്ക് രാത്രി കുറച്ചെങ്കിലും ഉറങ്ങണം, എന്നാലും രാവിലെ എനിക്ക് ക്ലാസ് എടുക്കാനെങ്കിലും പറ്റുള്ളൂ, കുറച്ചെങ്കിലും പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ
എന്ന്. അപ്പൊ എന്റെ മനസ്സോട് ഞാൻ പറയും ചെയ്യും, എന്തായാലും യൂണിവേഴ്സിനെ ഹെൽപ്പ് ചെയ്യും, എനിവേ ഐ വിൽ ഗെറ്റ് ടൈം ഫോർ ദാറ്റ്. അപ്പൊ ഞാൻ വിചാരിച്ചത് ഇത്രയും എന്റെ വോയിസ് ക്ലിയർ ആവുന്നു, ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല, ഇത്രയും ക്ലിയർ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ യൂണിവേഴ്സിനെ ഹെൽപ്പ് ചെയ്ത്, കാരണം എനിക്ക് ചെയ്യണം, എന്തായാലും ഒരു മാറ്റം ഉണ്ടാവത്തില്ല, ഞാൻ ചെയ്തിരിക്കുന്നുള്ള ആ ഒരു കോൺഫിഡൻസ് എൻ്റെ ഉള്ളിൽ ഞാൻ ആ ഒരു അഫർമേഷൻ കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഇത്രത്തോളം മാറ്റം ഉണ്ടായി. സോ എനിവേ ക്ലാസ് കേട്ട എല്ലാവർക്കും എനിക്ക് നന്ദി പറയുന്നുണ്ട്. ഈ ഒരു അവസരം നൽകിയ ഓൾ ബി മാജിക് ടീമിനും ഞാൻ താങ്ക്സ് എ ലോട്ട്. Okay, thank you, Gyana ma'am. Naufal sir. ഹലോ, കേൾക്കുന്നുണ്ട്. അബ്ദുള്ള സാർ എന്തോ പറയാൻ വേണ്ടിട്ട് മുൻപേ ഹാൻഡ് റൈസ് ചെയ്തായിട്ട് തോന്നിയിട്ടുണ്ട്. അബ്ദുൾ സാർ എന്തോ പറയാനുണ്ടോ? അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അബ്ദുൾ സാർ കുഴപ്പമില്ല, പ്രൊസീഡ്. ആ ഇത് നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ, നല്ല അടിപൊളി ക്ലാസ്. വളരെ സിമ്പിളായിട്ട് എന്നാലോ ഒരുപാട് കാര്യങ്ങൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നല്ല എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറഞ്ഞു. ഏത് ആറ്റിറ്റ്യൂഡിന്റെ ക്ലാസ് ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാണെങ്കിൽ പോലും പെട്ടെന്ന് മനസ്സിലാകുന്ന ശൈലി, അതേപോലെ ഒരു പോയിന്റ് പറഞ്ഞിട്ട് അത് വളരെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല ഭാഷാശുദ്ധി, അതായത് നല്ലൊരു എക്സ്പ്രഷൻ, കാര്യങ്ങൾ നല്ല പുഞ്ചിരിയോട് കൂടി. പിന്നെ മുമ്പ് ക്ലാസ് എടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല വേറെ പിന്നെ കമ്മ്യൂണിറ്റിയില്, പക്ഷെ ബി മാജിക്കിലെ ഒരു ആദ്യത്തെ ക്ലാസ് ആണെന്ന് കാഴ്ചയിൽ പറയില്ല, വളരെ നന്നായിട്ടുണ്ട്. പിന്നെ മാം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ, പിന്നെ കുറച്ച് ആൾക്കാർ വീഡിയോ ഓൺ ചെയ്ത ആൾക്കാരൊന്നും നോട്ട് ചെയ്തില്ല, കാരണം എല്ലാവർക്കും അറിയുന്ന ആളുകളായിരിക്കാം. പക്ഷെ പുതുതായിട്ട് വന്ന ആളുകളൊക്കെ കേൾക്കാൻ വേണ്ടി ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക. ഇതിനൊക്കെ ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ടൂളാണ്. കാരണം വിഷ്വലൈസേഷനെ കുറിച്ച് അറിയുന്നവരുണ്ടാവും. അപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാണ്. ഞാൻ ഇതിനു മുമ്പൊക്കെ വിഷ്വലൈസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും അങ്ങനെയുള്ള വിഷ്വലൈസ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഞാനൊരു രാവിലെ തന്നെ എഴുന്നേറ്റ് ഒരു കാര്യത്തിലേക്ക് പോകുമ്പോൾ, അതിൽ ചിലപ്പോൾ ജോലിയിലേക്കോ അല്ല ഹോസ്പിറ്റലിലേക്കോ പോകുമ്പോൾ നമുക്കൊരു പാർക്കിംഗ് കിട്ടേണ്ട കാര്യങ്ങൾ, അതേപോലെ ഒരാളെ കറക്റ്റ് ടൈമിൽ നിന്ന് കാണേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മുമ്പൊക്കെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ കറക്റ്റ് കിട്ടാറില്ല. അപ്പൊ എന്താണ് ഇത് കിട്ടാത്തത്? കാരണം അത്രയും നമ്മൾ കറക്റ്റ് വിഷ്വലൈസ് ചെയ്തിട്ടാണ് പോവുക. ചില സമയത്തൊക്കെ പാളിപ്പോവും. അങ്ങനെയാണ് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ എന്നും പ്രാക്ടീസ് ചെയ്ത് എഴുതുകയാണെങ്കിൽ ഈ വിഷ്വലൈസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ പ്രാക്ടീസ് ചെയ്യും. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു KFCT നമ്മളടുത്ത കോളേജാണ്, മെഡിക്കൽ കോളേജാണ്. അപ്പൊ ഞാൻ അവിടേക്ക് പോകുമ്പോൾ സ്റ്റാർട്ടിങ്ങിലേ നമ്മൾ പോകുന്ന കറക്റ്റ് പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അവിടെ പേഷ്യൻസ് കൂടിയോണ്ട് പാർക്കിംഗ് ഒന്നും കിട്ടില്ല, വളരെ ദൂരെ പാർക്ക് ചെയ്തിട്ട് വേണം നടന്നൊക്കെ പോകാൻ. അപ്പോൾ ഒരു അനുഭവം ഉണ്ടായതുകൊണ്ട് ഞാൻ എന്താക്കി, വിഷ്വലൈസ് ചെയ്ത് കറക്റ്റ് വിഷ്വലൈസ് ചെയ്യുന്നതിന് മുമ്പ് എന്താക്കി, ഗ്രാറ്റിറ്റ്യൂഡ് വണ്ടി സൈഡാക്കി, ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഓർമ്മ വന്നത്. അങ്ങനെ ഞാൻ മണാശ്ശേരി അങ്ങാടി എത്തുന്ന വണ്ടി ഒതുക്കി വീട്ടുകാർ വെച്ച് എന്ത് ഇവിടെ സൈഡാക്കി പറഞ്ഞു, ചെറിയൊരു കാര്യമുണ്ട് അത് ആലോചിക്കുകയാണ് പറഞ്ഞു. ഞാൻ കണ്ണടച്ച് ഞാൻ എന്താക്കി ഇത് വിഷ്വലൈസ് ചെയ്ത് കറക്റ്റ്. അതിന് മുന്നേ തന്നെ എന്ത് ചെയ്തു, ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് മനസ്സിൽ ഇങ്ങനെ അറിഞ്ഞു, ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്, ഞാൻ ജ്ഞാനിയാണ്, അതേപോലെ പോസിറ്റീവാണ്, ബോൾഡാണ്. പിന്നെ അതേപോലെ അവിടെ പോയിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാൻ വേണ്ടി ഞാൻ മദറിനെ കാണിക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ ഡോക്ടർ പോസിറ്റീവായിട്ട് കുഴപ്പങ്ങളൊന്നുമില്ല, ടെസ്റ്റുകളൊന്നുമില്ല, ഈ മെഡിസിൻ കഴിച്ചാൽ മതി എന്നുള്ള രൂപത്തിലൊക്കെ വിഷ്വലൈസ് ചെയ്ത് അത് കറക്റ്റ്. എത്രത്തോളം ആളുകൾ ഇതിൽ വിശ്വസിക്കുന്ന അറിയില്ല. ഹിദായത്ത് സാറൊക്കെ ഉണ്ട്, ഹിദായത്ത് സാർക്ക് അറിയാം. അവരൊക്കെ കൂടെ നിൽക്കുന്ന സമയത്ത് ഒരുപാട് അനുഭവങ്ങളുണ്ട്. വെറുതെ തമാശക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ വിഷ്വലൈസ് ചെയ്തിട്ട് അത് കാണിച്ചു കൊടുക്കാറുണ്ട്. ഭക്ഷണമൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നതൊക്കെ ചില ദിവസങ്ങളിൽ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ വിഷ്വലൈസ് ചെയ്തിട്ട് അങ്ങനെ കിട്ടിയ ചരിത്രമുണ്ട്. അത് പിന്നീട് ഞാൻ ഈ സമയക്കുറവോട് പറയുന്നില്ല. അപ്പോൾ പവർഫുൾ ടൂളാണ്. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്തതിന് ശേഷം നമ്മൾ വിഷ്വലൈസ് ചെയ്ത് നോക്കിയാൽ വിഷ്വലൈസ് ചെയ്ത് പ്രാക്ടിക്കൽ ആകാത്ത ആൾക്കാർക്ക് അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. വളരെ നല്ല ക്ലാസ്സാണ്. അതേപോലെ സീക്രട്ട് എന്ന ബുക്ക് എല്ലാവരും വായിക്കുന്നതാണ്. അതിൽ കറക്റ്റ് ഏറ്റവും വലിയൊരു പോയിന്റ് ആയിട്ട് ഒരു ചാപ്റ്റർ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയുന്നുണ്ട്. അതും പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ വളരെ നല്ലൊരു ക്ലാസ്. താങ്ക് യു ഓൾ. Okay, thank you, Naufal sir. Abdullah sir. താങ്ക് യു. നന്നായിരിക്കുന്നു ക്ലാസ്. കാരണം അത് വിശദീകരണമായിരുന്നു നന്നായി കൂടുതലേ. നമുക്ക് അറിയുന്നൊരു കാര്യം തന്നെ അത് കൂടുതൽ വിശദീകരിച്ച് പറഞ്ഞു തന്നു. അത് നന്നായിരിക്കുന്നു, എല്ലാവർക്കും ഉപകാരപ്രദമാവും. മാഡത്തിന്റെ അവതരണവും നന്നായിട്ടുണ്ട്. പിന്നെ എനിക്കൊരു സംശയം എന്താ പറയുക, നമ്മള് ഗ്രാറ്റിറ്റ്യൂഡും മറ്റതൊക്കെ പറയുന്നതിന്റെ ഇടയിലും നമുക്ക് ചില വ്യക്തികളോട് ചിലർക്ക് ഉണ്ടാവുന്ന ഒരു അകാരണമായിട്ടുള്ള ഒരു വിരോധം വരാറുണ്ട്. അപ്പൊ ഇതിലെല്ലാവർക്കും ബാധകമാണ് കേട്ടോ, ഞാൻ അറിയുന്നവർക്ക് പറയാം. നൗഫൽ സാറും മാഡവും നമ്മുടെ
അതിന്റെ ഒരു കാരണം എന്താണ് നമ്മള് ഒരു വ്യക്തിയോട് നമുക്ക് ഒരു കാരണം അയാൾ നമ്മൾ ദ്രോഹിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ കാണുമ്പോ വ്യക്തിപരമായിട്ട് ഒരു വൈരാഗ്യമായിരിയോ ഒരു വെറുപ്പ് തോന്നുന്ന ഒരു ഇതുണ്ടാവും. ചിലപ്പോൾ തിരിച്ച് നമ്മളോടുണ്ടാവും. ഇതിന്റെ ഒരു കാരണം ഞാൻ അന്വേഷിച്ച് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ആർക്കെങ്കിലും അറിയുന്നുണ്ടവർക്ക് പറയാലോ, നമ്മളെ വക്കീൽ മാഡത്തിനൊക്കെ അറിയാലോ. അപ്പൊ അതിനെ പറ്റിയിട്ടൊന്ന് വിശദീകരിക്കാൻ പറ്റും ഈ ചെറിയ വേളയിൽ? മാഡത്തിന് നന്ദിയുണ്ട് കേട്ടാ, ഇത്രയും നല്ല അവതരണം നടത്തിയതിന്. ഈ വ്യക്തിയുടെ വൈരാഗ്യം ഉണ്ടാകുന്നത് നമുക്ക് അറിയാന്നുള്ള പരിചയമുള്ള ആളോടാണ് നമ്മളത് ഇപ്പൊ പറഞ്ഞ പോലെ ഇനി പുതിയ ഒരാളെ കാണുമ്പോൾ നമ്മൾ അറിയാണ്ടുള്ള ഒരു വൈരാഗ്യത്തിന്റെ ആ ഒരു തോന്നലാണോ? എങ്ങനെയാ സംഭവം? ക്വസ്റ്റ്യൻ കറക്റ്റ് ആയില്ല. നമ്മൾ ഒരാളെ വ്യക്തി ഒരിക്കലും പരിചയമില്ലാത്ത ആളായിരിക്കും. അത് നമ്മളോടൊന്നും ചെയ്തിട്ടൊന്നും ആയിരിക്കില്ല. പലരും ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. കണ്ടപ്പോഴേ തോന്നി, അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഒരു കള്ളലക്ഷണം ഉണ്ടെന്ന അങ്ങനെ ഒരു ഫിഗറിൽ വെച്ചിട്ട് അതിൽ വല്ല മനഃശാസ്ത്രം ഉണ്ടോന്ന് അറിയാനാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ ചിലര് പറഞ്ഞ ഒരു കെമിസ്ട്രി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ വല്ല ഇത് പഠിച്ചിട്ടുണ്ടോ? അതിനെ പറ്റിയിട്ട് അറിയാവുന്ന ചോദിച്ചാണ്. അത് ഓക്കെ, ഇതൊരു സൈക്കോളജിക്കൽ പരമായിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ചില ആൾക്കാർ നമ്മൾ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ നമ്മൾ കാണുന്ന ഒരാളെ ചിലപ്പോൾ എവിടെയെങ്കിലും നമ്മൾ അവരെ വെച്ച് കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ മുൻപ് നമ്മൾ ചിലപ്പോ ഈ നമ്മൾ തേജാവൂ എന്നൊക്കെ പറയത്തില്ലേ, നമ്മള് ഒരു ഇൻസിഡന്റ് നമ്മള് എന്താ നടക്കുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് ചിലപ്പോൾ നമ്മൾ ഉറക്കത്തിൽ സ്വപ്നം പോലെ നമ്മൾ കാണുന്ന ഒരു സംഭവം, പിന്നീട് ആ ഒരാളെ നമ്മൾ പിന്നീട് എപ്പോഴും കാണുമ്പോൾ ഇത് ഞാൻ അന്ന് കണ്ടത് ആ ഒരു വ്യക്തിയാണോ, അതും പിന്നെ നമ്മളെ ലൈഫിൽ അല്ലെങ്കിൽ ഇതേപോലത്തെ ആൾ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ കാണുന്ന പോലത്തെ ഒരാൾ നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ കടന്നു പോയിട്ടുണ്ടാവാം. അപ്പോ ആ വ്യക്തി കാരണം ചിലപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു വിഷമഘട്ടമായ ഒരു സാഹചര്യത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് മനസ്സിന് നമുക്ക് തോന്നലാകാം. പക്ഷേ അതൊരു തോന്നലാകാം. പക്ഷെ വൺസ് നമ്മളൊരു ആ ഒരു അറിഞ്ഞിടത്ത ഒരാളുമായിട്ട് നമ്മളൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് അവരുടെ യഥാർത്ഥമായിട്ടുള്ള ആ ഒരു എന്താണെന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ചിലപ്പോൾ നമ്മുടെ മനസ്സിലുള്ള കുറെ ധാരണകളായിരിക്കും പെട്ടെന്ന് ഒരു പുതിയൊരാളെ കാണുമ്പോൾ ഇയാള് അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ നമുക്ക് തോന്നലുണ്ടാവുന്നത്. ചിലപ്പോൾ നമ്മൾ അവരെ പറ്റി നമ്മൾ ഒന്നിനും കേട്ടിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് നമ്മളെ പോലെ അറിയുന്ന ഒരു അബോധ മനസ്സിൽ നമ്മൾ കണ്ട ഒരു വ്യക്തിയാകാം. അതുകൊണ്ടായിരിക്കും നമുക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് നമുക്ക് ഉണ്ടാവാറുള്ളത്. പക്ഷെ നമുക്ക് മുൻകൂട്ടി നമുക്ക് എന്താണ് ഒരാളെ നമുക്ക് എന്താണ് ജഡ്ജ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. നമുക്കിപ്പോ നോർമലി പറയാറില്ലേ, ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. നമ്മൾ അതിനെ നമ്മൾ അറിയാതെ നമ്മൾ ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. ചില ആൾക്കാര് ഇന്ന ആളെ ഞാൻ ഇപ്പോൾ കണ്ടപ്പോൾ പക്ഷെ അവരോട്ട് എനിക്ക് എന്തോ അടുക്കാൻ പറ്റുന്നില്ല, ഒരു മാനസികമായിട്ട് ഒരു അടുപ്പം കിട്ടുന്നില്ല, എന്തോ ഒരു ഡിസ്റ്റൻസ് തോന്നുന്നുണ്ടെന്നുള്ളത്. ചിലപ്പോ അവരുടെ ആ ഒരു ഗെസ്റ്റേഴ്സ് നമുക്ക് കണ്ടിട്ടുള്ള ഫീലിംഗ് ആയിരിക്കാം. പക്ഷെ അങ്ങനെ തോന്നിയാലും നമുക്ക് എന്താണ് അറ്റ്ലീസ്റ്റ് നമ്മൾ അവിടെ നിന്ന് കമ്മ്യൂണിക്കേറ്റ് നമ്മൾ ശ്രമിക്കണം. അതുപോലെ തന്നെ ഇല്ല അങ്ങനെയല്ല, എന്തെങ്കിലും എന്താണ് കാര്യം എന്ന് മനസ്സിലാക്കാനുള്ള ഒരു മനോഭാവം നമ്മൾ കാണിക്കണം. അപ്പൊ ഇത് സൈക്കോളജിക്കൽ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സോ ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ അയാളെ നോക്ക്, നമ്മൾ പെട്ടെന്ന് എന്തോ ഒരു റൂഡായിട്ട് നമുക്ക് തോന്നുന്നില്ലേ, എന്തോ ഒരു പെരുമാറ്റം എന്തോ ഒരു വ്യത്യാസം, നമുക്ക് എന്തോ അവരുടെ ഒരു മാനസിക ഒരു അടുപ്പം കിട്ടുന്നില്ല, ആ നോട്ടം അല്ലെങ്കിൽ ആ സംസാരം ചിലപ്പോൾ അവിടെ ഗെസ്റ്റർ കണ്ടിട്ടായിരിക്കും നമുക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടാവുന്നത്. ഇത് എനിക്ക് മാത്രമല്ല, ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞപ്പോഴും അവർക്കും ആ ഇത് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറയും എന്താ കാരണം എന്നറിയില്ല. അപ്പൊ ചിലർ കെമിസ്ട്രി എന്ന് പറയും, അതായത് ബോഡി കെമിസ്ട്രി എന്ന് പറയുന്നത് ഒരു അട്രാക്ട് പോലെ തന്നെ വേറെ ഒരു അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും അത്. ചിലർക്ക് പെട്ടെന്നുള്ള ഫസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരാളെ കാണുന്നത് ഒരു കാരണമില്ലാതെ ഉള്ള വെറുപ്പും ചിലൊരു ഇപ്പൊ ചില ആൾക്കാരെ കാണുമ്പോൾ തന്നെ നമുക്ക് അവരെ നമ്മള് നോട്ടിൽ തന്നെ നമുക്ക് അവർ എന്താണെന്ന് കുറെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ചില ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ അവർ പോസിറ്റീവ് വൈബിനെക്കാട്ടിലും ചില ആൾക്കാർ നെഗറ്റീവ് വൈബ്സ് കൊണ്ട് നടക്കുന്ന ആളായിരിക്കും. അപ്പൊ നമ്മള് പോസിറ്റീവ് വൈബായിട്ടുള്ള ആളാണ് നമ്മളെങ്കിൽ ഒരാളെ കാണുമ്പോൾ നമുക്ക് അറിയാൻ തന്നെ ഓക്കെ ആളെ കാണുമ്പോൾ എന്തൊക്കെയോ നെഗറ്റീവ് വൈബ്സ് ഉണ്ടല്ലോ, അപ്പോൾ കൂടെ നമ്മൾ എന്താണ് അടുക്കരുത്, നമ്മൾ അല്ലെങ്കിൽ സൂക്ഷിക്കണം എന്നുള്ളൊരു ഫീലിംഗ്. പക്ഷെ നമ്മൾ ആ വെറുപ്പ് നമ്മുടെ ഉള്ളിൽ നമ്മൾ കൊണ്ടുവരരുത്. കാരണം നമ്മൾ അറിഞ്ഞ് നമ്മളെ ദ്രോഹിച്ച ആൾക്കാരെ നമ്മൾ അറിഞ്ഞുകൊണ്ടത് നമ്മൾ എന്താണ് ക്ഷമിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു ഇന്നർ പീസ് ഉണ്ടാവത്തുള്ളൂ. സോ വെറുപ്പ് നമുക്ക് തോന്നിയാലും ലെറ്റ് ഇറ്റ് ബി, അവർക്ക് എന്തെങ്കിലും നല്ലൊരു ഗുണം ഉണ്ടാവുമല്ലോ നമ്മൾ സ്വയം പറഞ്ഞ് നമ്മളെ സ്വയം റെഡിയാക്കുക. നമ്മൾ കൂടുതൽ എന്താണ് ഒരു ഹൈ ബൈ റിലേഷൻഷിപ്പ് വയ്ക്കുന്നതല്ലാതെ അതിൽ കൂടുതൽ നമ്മൾ അവരോട് അടുക്കാൻ നമ്മൾ ശ്രമിക്കാതെന്നാൽ അത് നമ്മുടെ ഒരു ഇന്നർ പീസിനും കൂടെ ഓക്കെ ആയിരിക്കും. ഓക്കെ മാം, താങ്ക് യു എല്ലാവരും ഷെയർ ചെയ്തു. താങ്ക് യു.
ഓക്കെ, താങ്ക് യു അബ്ദുള്ള സർ. അപ്പൊ ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാനുണ്ടോ? 2 മിനിറ്റ്സും കൂടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറയാം. ഫീഡ്ബാക്ക് അല്ല, ഒരു കാര്യം പറയട്ടെ മോളെ. ഇതിലുള്ള സിന്ധു ഓരോ ആളുകളും എന്താ പറയാ, നമ്മളെ ഗ്രൂപ്പിന് ഒരു പേര് കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ. നമ്മൾ ഓരോ സബ് ഗ്രൂപ്പിലുള്ള ആളുകളാണല്ലോ. അവരെന്ത് ചെയ്യുക, സൂമില് നമ്മളെ പേരിനോടൊപ്പം ആ ഗ്രൂപ്പിന്റെ പേരും കൂടി ഒന്ന് ആഡ് ചെയ്യണം. കാരണം ഇത് ഏത് ഗ്രൂപ്പിലുള്ള ആളാണ് മനസ്സിലാവണില്ല നോക്കുമ്പോ. ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് 2 മണിക്ക് ലീഡേഴ്സ് മീറ്റിംഗ് എന്നും ഉണ്ടാവാറുണ്ട്. ആ സമയത്ത് ഞങ്ങളെ ഗ്രൂപ്പിൽ നിന്നും എത്ര ആള് പങ്കെടുത്തു എന്നുള്ളതിന്റെ എണ്ണം ഞങ്ങൾക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ഇതൊന്ന് നോക്കുമ്പോ ആൾക്കാരുടെ പേര് മനസ്സിലാവണില്ലേ. അപ്പൊ കാരണം സൂമിലുള്ള പേര് വ്യത്യാസമാണ്. ഇപ്പൊ ഇതില് ഒരു ഉണ്ണി പേര് അത് ഇതില് സൂമില് എന്ത് പേരാ കൊടുത്തൊന്നും മനസ്സിലാവണില്ല. പക്ഷെ അതിന്റെ കൂടെ ഗ്രൂപ്പിന്റെ പേരുണ്ടെങ്കിൽ നമുക്ക് വേഗം മനസ്സിലാവും. അപ്പൊ അതൊന്ന് റിക്വസ്റ്റ് ആയിട്ട് എടുത്തിട്ട് എല്ലാവരും അതൊന്ന് നാളെ തൊട്ടൊന്ന് ചെയ്യണം കേട്ടാ. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റില് നമ്മള് എന്താ പറയാ, സൂം ഓൺ ആക്കി നമ്മളാ പേര് കൊടുക്കുന്ന ആ ഒരു ഭാഗം വരുമ്പോ പേര് മാത്രം ഉള്ളെങ്കിൽ അതിന്റെ കൂടെ തന്നെ അപ്പൊ തന്നെ ടൈപ്പ് ചെയ്തിട്ട് ഓക്കെ കൊടുത്താല് പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എന്നും ആ പേര് അതിൽ വന്നോളൂ. അറിയാത്തുണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞു തരാം. അപ്പൊ എന്തായാലും ആ പേരൊന്നും കൊടുക്കണം. ഓക്കെ, താങ്ക് യു. ഓക്കെ, അതായത് നിങ്ങൾ ഏത് സബ് ഗ്രൂപ്പിലാണോ സബ് ഗ്രൂപ്പിന്റെ പേരും കൂടെ നിങ്ങളുടെ ഈ സൂമിന്റെ നെയിമിന്റെ കൂടെ ആഡ് ചെയ്യുന്നത് നന്നായിരിക്കും എന്നാണ് സിന്ധു മാം പറയുന്നത്. അപ്പം പറ്റുന്നവര് എല്ലാവരും അത് ചെയ്യാം. ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ? അഖില മാം. ഗുഡ് മോർണിംഗ് ആൾ. ഞാൻ ജ്ഞാനത്തിനെ കണ്ടുടങ്ങിയിട്ട് 2 വർഷമാവും. എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും താങ്ക് യു പറയണ ഒരാളിനെ കാണുന്ന ആദ്യമായിട്ടാണ്. ഞാൻ വന്ന് ഇപ്പൊ 1 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ബിമാജിക്കിലൊക്കെ വന്നു. ഇപ്പൊ 1 വർഷം ആവുന്നുള്ളൂ. അതിന് മുന്നേ ഞാൻ ജ്ഞാനത്തിനെ കണ്ടു 1 വർഷം. എപ്പോഴും എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും എല്ലാം താങ്ക് യു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇത് എപ്പോഴും ഇങ്ങനെ അങ്ങനെയുള്ള ഒരാളിനെ ഞാൻ വേറെ കണ്ടിട്ടേ ഇല്ല. ഇപ്പോഴാണ് അതിന്റെ ഒരു എന്താണ് സീക്രട്ട് എന്നുള്ളത് മനസ്സിലായി വന്നത്. ജ്ഞാനത്തിന് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മുന്നേ അറിയായിരുന്നു, പ്രാക്ടീസ് ചെയ്യുന്നും ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് നമ്മളിലേക്ക് അത് എത്തിയത്. ഞാനൊക്കെ ഇപ്പൊ 1 വർഷം ആവുള്ളൂ ഈ ഒരു രീതിയിലോട്ട് മാറി. എന്നാലും എപ്പോഴൊന്നും ഇല്ല, ചിലപ്പോഴൊക്കെ വിട്ടുപോകാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ വിട്ടുപോകത്തേ ഇല്ല. ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ അങ്ങനെ ഓർത്ത് താങ്ക് യു പറയുന്ന ഒരാളാണ്. നല്ല ക്ലാസ് ആയിരുന്നു ഗ്യാം. താങ്ക് യു. ഓക്കെ, ഓക്കെ, താങ്ക് യു അഖില മാം. ഒരു മിനിറ്റ്. തീർച്ചയായിട്ടും നമ്മുടെ ബിമാജിക്കിനെ സംബന്ധിച്ചിടത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ആ ഒരു പാർട്ട് ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതാണ്. ഈ ബിമാജിക്കിൽ വന്നിട്ടുള്ള കമ്മ്യൂണിറ്റിയിലെ പഴയതായിട്ടുള്ള എല്ലാ മെമ്പേഴ്സും ശരിക്കും ചലഞ്ചായിട്ടും അല്ലാതെയൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു ഗ്രാറ്റിറ്റ്യൂഡും അഫർമേഷൻസും ഒക്കെ എഴുതി. ഇപ്പൊ എല്ലാവരും സ്വയം എഴുതുന്നു. മണിസാർ ഇപ്പോഴും പഴയതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ വേറൊരു വ്യക്തിയുണ്ട്, ഞാൻ മറന്നുപോയി. ഞാനും എഴുതാറുണ്ട്, പക്ഷെ ഞാൻ പോസ്റ്റ് ചെയ്യാറില്ല. തീർച്ചയായിട്ടും ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുമ്പോഴത്തേക്കും നമ്മളത് മനസ്സറിഞ്ഞ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിനൊരു വല്ലാത്ത ഒരു സന്തോഷവും സമാധാനവും, എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ മനസ്സിനെ ഒരു സമാധാന വഴിയിലൂടെ കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും സാധിക്കും. നമുക്ക് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും എന്നിവിടെ മാം പറഞ്ഞു. നമ്മുടെയും ജീവിതത്തിൽ, പലരുടെയും ജീവിതത്തിൽ അനുഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടും പറയാനുള്ളത്. നല്ലൊരു ക്ലാസ്, വീണ്ടും വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തൽ, പുതിയ ആൾക്കാർക്ക് കൂടുതൽ എങ്ങനെയാണ് എഴുതേണ്ടത്, അത് എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ള കാര്യം മെൻഷൻ ചെയ്തു. എങ്കിലും അത് ചിലർക്ക് സംശയം ഉണ്ടായിരിക്കാം. തീർച്ചയായിട്ടും നല്ലൊരു ക്ലാസ്, നല്ലൊരു ഓർമ്മപ്പെടുത്തൽ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു ഷില മാം. താങ്ക് യു സോ മച്ച്. ലാസ്റ്റ് ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? മാജിക് മോർണിംഗ്. ഓക്കെ, മണി സർ. മാം, നല്ലൊരു ക്ലാസ് ആയിരുന്നു, നല്ലൊരു പ്രസന്റേഷൻ, നല്ലൊരു സബ്ജക്റ്റാണ്. ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്കും കിട്ടാനുള്ളതിനും എല്ലാം ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ നമ്മളിലേക്ക് കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ്. പിന്നെ ഈ സബ്ജക്റ്റിനെ പറ്റി വളരെ വിശദമായിട്ട് തന്നെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു എന്നുള്ളതാണ്. നമ്മളെ ഡോപ്പമിൻ്റെ കാര്യമായാലും ശരി, അതുപോലെ തന്നെ 4 A's പറഞ്ഞത് വളരെ നന്നായി.
നമ്മൾ അപ്രിസിയേഷൻ ചെയ്യാനും ഒരു ആക്ഷൻ എടുക്കാനും അതുപോലെ തന്നെ അഡ്മിറേഷൻ്റെ കാര്യമൊക്കെ അതൊക്കെ വളരെ നീറ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ക്ലാസ് വളരെ മനോഹരമായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് നമുക്കുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ്. യൂണിവേഴ്സായിട്ട് കണക്റ്റ് ആകുന്നതിന് ഏറ്റവും നല്ലൊരു ടൂളും കൂടിയാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു മണി സർ, താങ്ക് യു സോ മച്ച്. ദീപ മാം. ഹലോ ദീപ മാം കേൾക്കുന്നുണ്ടോ? ജ്ഞാനം ജ്ഞാനം വളരെ അടുത്താണ്. കേൾക്കുന്നുണ്ടോ? അല്ലേ? ഇപ്പൊ കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് എന്ന് തോന്നുന്നുണ്ട്, കാരണം നിങ്ങളുടെ വോയിസ് ബ്രേക്ക് ആയിട്ടാ കേൾക്കുന്നത്. കേൾക്കുന്നുണ്ടല്ലോ? ഇപ്പൊ ഓക്കെയാണ്. എനിക്കിത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു കേട്ടോ, ജ്ഞാനം ക്ലാസ്സിൽ വന്ന് ക്ലാസ് എടുത്തതൊക്കെ. ഭയങ്കര സന്തോഷം. കുറച്ചു നാളായിട്ടാണ് ഞാനും ജ്ഞാനും തമ്മിൽ ആ ഒരു തിരിച്ചറിവുണ്ടായത്. ഞങ്ങൾ ഒരേ വെയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടായത് കുറച്ചു നാളായി. വളരെ നന്നായിട്ടുണ്ട് ജ്ഞാനത്തിന്റെ ക്ലാസ്, വളരെ നന്നായിട്ടുണ്ട്. ഒരുപാട് ഉപയോഗപ്പെടുന്നതാണ് എല്ലാവർക്കും. ചിലപ്പോൾ ആദ്യമായിട്ട് ഈ ക്ലാസ്സിൽ വന്ന പലർക്കും ഇത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ ആദ്യമായിട്ട് നേരത്തെ വന്ന സാറ് പറഞ്ഞതുപോലെ യൂണിവേഴ്സുമായിട്ട് നമുക്ക് ആദ്യമേ ഒരു കണക്ഷൻ കിട്ടുന്നത് തന്നെ ഈ ഒരു നന്ദി പറച്ചിലൂടെ തന്നെ. എനിവേ നന്നായിരുന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു ദീപ മാം. ദീപ മാം ഫസ്റ്റ് ടൈം ആണോ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നേ? അല്ല, ഞാൻ നേരത്തെ ക്ലാസ്സിൽ വന്നിട്ടുണ്ട്. ഹലോ, ഞാൻ നേരത്തെ ക്ലാസ്സിൽ വന്നിട്ടുണ്ട്. ഒത്തിരി നാളായി. ഓക്കെ ഫൈൻ. ഓക്കെ, സോ നമുക്ക് ഇനി വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഒറ്റ വാക്കിൽ ഒരു കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാനുണ്ട്. ഒറ്റ വാക്കിലെ ക്ഷമിക്കണം. സംസാർ പറഞ്ഞ ഒരു കാര്യത്തെ കുറിച്ചാണ്. അത് ഈ ഫോർഗിനെസിന്റെ അഭാവം കൊണ്ട് വരുന്ന ഒരു വിഷയമാണ്. ഇപ്പൊ വെറും കണ്ടുകൂടായിക എന്ന് പറയും നമ്മളെ നാട്ടിലൊക്കെ. അപ്പോൾ ഫോർഗിനെസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവരെ നമ്മൾ അനലൈസ് ചെയ്യുന്ന കാര്യം കുറെ ഒഴിവായി കിട്ടും. നമുക്ക് നമ്മളെ കാര്യങ്ങൾ മാത്രമേ നമുക്ക് അപ്പോൾ ചിന്തയിൽ വരുന്നുള്ളൂ. അത് പ്രാക്ടീസ് ചെയ്യാത്തവർ ഗ്രാറ്റിറ്റ്യൂഡിന്റെ അതേപോലെയുള്ള ഒരു പവർ ടൂളാണ്. ഫോർഗിവ്നെസ് നന്നായി പ്രാക്ടീസ് ചെയ്യുക എല്ലാവരും. താങ്ക് യു. ഓക്കെ, താങ്ക് യു നൗഫൽ സർ. സോ നമുക്ക് ടൈം നിങ്ങൾക്ക് അറിയാം, 6:30 ആണ് നമ്മുടെ ടൈം. 6:36 ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് വൈൻഡപ്പിലേക്ക് പോവാം. അപ്പം ഇന്ന് നല്ല രീതിയിൽ തന്നെ ക്യാന മാം പവർ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന സെഷൻ കംപ്ലീറ്റ് ചെയ്തു. മാമിന്റെ പ്രസന്റേഷൻ ആണെങ്കിലും ആ ഒരു ടോപ്പിക്കിന്റെ അവതരണം എല്ലാം നല്ല രീതിയിൽ തന്നെയായിരുന്നു. സോ ഈ ഒരു സെഷൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ചെയ്തിട്ടുള്ള മാമിനും അതുപോലെ തന്നെ ഈ ഒരു സെഷനിൽ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ ഓൾ. ഹാവ് എ നൈസ് ഡേ. Thank you all. Thank you all. Thank you, ma'am.